നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുകയും. നമ്മുടെ എല്ലാ വിഷമങ്ങളും, നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും, നമ്മുടെ എല്ലാ സന്തോഷങ്ങളും, നമ്മുടെ എല്ലാ സഹനങ്ങളും കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കാണിക്കയാക്കിയത് ഉയർത്തുമ്പോൾ ഈശോ അത് തന്റെ തിരുരക്തത്താൽ പൊതിഞ്ഞ് തിരിച്ചു നമുക്ക് സമ്മാനമായി നൽകും. വലിയ കൃപയുടെയും വലിയ അനുഗ്രഹത്തിന്റെയും നിമിഷങ്ങളാണ് ഈ ആരാധന വേള. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശു നാമമല്ലാതെ മറ്റൊരു നാമവും നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടില്ല. നമ്മുടെ അധരങ്ങളിൽ എന്നും ഉരിയാടേണ്ട നാമം യേശു നാമമാണ്. സകല വിശുദ്ധരും സകല മാലാഖമാരും യേശു നാമം എന്നൊക്കെ ഉയർത്തിയിട്ടുണ്ടോ അന്നൊക്കെ അവർ രക്ഷ കണ്ടിട്ടുണ്ട്. അവന്റെ നാമത്തിൽ വിജാതിയർ പ്രത്യാശ വെക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 21-ാം വാക്യമാണിത്. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 32-ാം വാക്യം. ഇത് യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് തന്റെ ശിഷ്യന്മാർക്ക് ഇതിനെപ്പറ്റി വെളിപ്പെടുത്തി കൊടുത്തു. യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുൾ ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലെയും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മനുഷ്യനായ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും അവിടുത്തെ അധികാരമുള്ള നാമം ഉപയോഗിച്ച് അവിടുത്തെ അധികാരമുള്ള അധരത്താൽ വിശുദ്ധവും മഹനീയവും പരിശുദ്ധവുമാം അവിടുത്തെ കരങ്ങൾ നീട്ടി മക്കളായ നമ്മൾ ഓരോരുത്തരെയും ആശീർവദിക്കുന്ന നിമിഷങ്ങളാണിത്. ഓരോരുത്തർക്കും ഹൃദയം തുറന്ന് പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കാം. ഈശോയെ, നിന്നെ മറന്നുകൊണ്ട് പാപത്തിന്റെ വഴിയിൽ ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ മറന്നുകൊണ്ട് പാപത്തിന്റെ വഴിയിൽ ഞങ്ങൾ വ്യാപൃതരാകിയിട്ടുണ്ടെങ്കിൽ, ഈശോയെ മാപ്പ്. നിന്റെ സ്നേഹവലയത്തിൽ ഞങ്ങളെ തീർക്കണമേ. നിന്റെ സ്നേഹത്തിൽ എന്നും ഞങ്ങളെ വളർത്തണമേ. നിന്റെ സ്നേഹം, നിന്റെ സ്നേഹത്തിന്റെ അരുവി സ്നേഹത്തിന്റെ ഉറവയിൽ നിന്നും ഒഴുകി ഇറങ്ങുമാറാകട്ടെ. ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവശക്തനായ ദൈവമേ, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തന്റെ സമ്പത്തും വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. നമ്മുടെ സങ്കേതമായ കർത്താവ്, നമ്മുടെ കോട്ടയായ കർത്താവ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം മുന്തിരിത്തോപ്പിന്റെ ഉപമയിൽ, മുന്തിരിത്തോപ്പിന്റെ കഥയിൽ ഈശോ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവിടുന്ന് നമുക്ക് കോട്ടയായി മാറുന്ന കാര്യമാണ്. എല്ലാവിധ സാത്താന്റെ കുടില തന്ത്രങ്ങളിൽ നിന്നും യേശു നമുക്ക് കോട്ടയായി മാറും.
ഈ നിമിഷം നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നമുക്ക് കോട്ടയായി മാറുന്ന ദൈവത്തെ, നമുക്ക് സങ്കേതമായി മാറുന്ന ദൈവത്തെ. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ്റെ ദൈവം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ്റെ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ സർവവുമാ അടിയനിതാ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം. നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ സർവവുമായി അടിയനിതാ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. നീ എൻ്റെ പാലകനും നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ മാർവിടവും നീ എൻ ദൈവം. നീ എൻ്റെ പാലകനും നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ മാർവിടവും നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം,
കാലമെല്ലാം സേവിച്ചിടും ഞാൻ സർവ്വമാ അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ അവർ കൃപാലുവായ ദൈവത്തെ ഏകസ്വരത്തിൽ സ്തുതിച്ചു. മനുഷ്യരെ മാത്രമല്ല, ഘോരമൃഗങ്ങളെയും ഉരുക്കുകോട്ടകളെയും ആക്രമിക്കുവാൻ തക്ക മനോധൈര്യം അവർക്ക് ലഭിച്ചു. കർത്താവിന്റെ കൃപാകടാക്ഷം ഉണ്ടായിരുന്നതിനാൽ സ്വർഗീയ സഹായകനോടൊപ്പം യുദ്ധസജ്ജരായി അവർ മുന്നേറി. നമ്മുടെ ജീവിതത്തിലെ ഓരോ വിഷമങ്ങളും ഓരോ പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ മറക്കരുത് ദൈവത്തെ. അവിടുന്ന് നിന്നെ നിന്റെ തോളിൽ അവിടുത്തെ സ്നേഹത്തിന്റെ വലയത്താൽ, സ്നേഹത്തിന്റെ കാപ്പയാൽ നിന്നെ പൊതിഞ്ഞ് കാത്തു സൂക്ഷിക്കും. നിന്റെ വലിയൊരു സ്നേഹം ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ ഈശോയെ ഈ ആരാധന വേളയിൽ നീ ഒഴുക്കണമേ. അവിടുന്ന് തന്റെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീനാളങ്ങളുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവിടുത്തെ ദൂതന്മാരായ അവിടുത്തെ ദാസരായ നാം ഓരോരുത്തരും എന്നും യജമാനനായ ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം. കാരണം വിശ്വാസം എല്ലാവർക്കുമില്ല, എന്നാൽ കർത്താവ് വിശ്വസ്തനാണ്. അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെയും അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചീന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്യും. ദാവീദിന്റെ പുത്രനായ ഈശോയെ, സമാധാനത്തിന്റെ രാജകുമാര, അവിടുത്തെ സമാധാനം ഇന്നീ നിമിഷം ഞങ്ങൾ ഓരോരുത്തരിലും അവിടുന്ന് സ്ഥാപിക്കണമേ. അവിടുത്തെ സ്നേഹത്തിന്റെ ഉറവയിൽ നിന്നും നീർച്ചാലൊഴുകി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് അവിടുന്ന് ഒഴുക്കണമേ. ആ സ്നേഹത്തിൽ വളരുവാനും സഹോദരങ്ങളെ സ്നേഹിക്കുവാനും അവർക്ക് നന്മ ചെയ്യുവാനുമുള്ള വലിയൊരു അനുഗ്രഹവും കൃപയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. സ്വർഗത്തിൽ നിന്ന് വരുന്ന സഹായം ഞങ്ങൾക്കുണ്ടെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് മാധ്യസ്ഥം വഹിക്കുവാൻ അവിടുന്ന് ഉണ്ടെങ്കിൽ പിതാവിന്റെ സന്നിധിയിൽ നിന്നും അനുഗ്രഹങ്ങളും കൃപകളും ഞങ്ങളിലേക്ക് നിറയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടപ്പാ. അവിടുത്തെ വലിയൊരു സ്നേഹത്തിന്റെ വലയം, അവിടുത്തെ വലിയൊരു സ്നേഹത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വന്ന് നിറയുമാറാകട്ടെ. ഈ നിമിഷം നമുക്ക് മൗനമായി നിന്ന് നമ്മുടെ പിതാവിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാം. ഹൃദയങ്ങളുടെ കാതുകൾ തുറന്നുകൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ സ്വരം നമുക്ക് ശ്രവിക്കാം. പേടകം പുറപ്പെടുമ്പോഴെല്ലാം മോശ പ്രാർത്ഥിച്ചു, കർത്താവേ ഉണരുക, അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അങ്ങയെ ദേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ. ശബ്ദഘോഷം മുഴക്കി അവർ വൈരിയെ തിരിച്ചോടിച്ചു. ദാസിപുത്രന്മാർ വളരെ പിളർന്നു. അഭയാർത്ഥികളുടെയും മക്കളെന്ന പോലെ അവർ മുറിവേൽപ്പിക്കപ്പെട്ടു. എന്റെ കർത്താവിന്റെ സൈന്യത്തിന്റെ മുൻപിൽ അവർ നശിച്ചു പോയി. സൈനികളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു,
അന്ന് ഞാൻ അവരുടെ കഴുത്തിലെ നുകം തകർക്കും, കെട്ടുകൾ പൊട്ടിക്കും. വിദേശികൾ അവരെ അടിമകളാക്കുകയില്ല. ഇതാണ് യേശുവിന്റെ സ്നേഹവും വാഗ്ദാനവും. നമ്മെ സ്നേഹിക്കുന്ന ദൈവം അവിടുത്തെ രണ്ട് കരങ്ങളും നീട്ടി അവിടുത്തെ സ്നേഹം അളക്കാൻ പോലും മനുഷ്യന് സാധിക്കത്തില്ല. അത്രയധികം ദൈവം മനുഷ്യനെ സ്നേഹിച്ച് മുട്ടോളമല്ല, അരയോളമല്ല, കാൽവരിയിലെ നെറുകൈ വരെ ഈശോ നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹത്തെ ഈ നിമിഷം നമുക്ക് പാടി പുകഴ്ത്താം. എന്നെന്നും നന്ദിയുള്ളവരായിരിക്കാം. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മുട്ടോളമല്ല, അരയോളം പോലെ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല, അരയോളം പോലെ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും അറിയുവാൻ കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും അറിയുവാൻ കൊതിയായിടുന്നേ. മുട്ടോളം അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയിലും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വത്തിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതു ഭാഗത്ത് 10,000, എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കുവാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും.
അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് കൂടെ ചേർന്നു നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ തൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. നമുക്ക് സംരക്ഷണം ഒരുക്കുന്ന നമ്മുടെ ദൈവം, നമ്മുടെ സങ്കേതവും കോട്ടയുമായ ദൈവം, നമ്മുടെ എല്ലാ കെണിയിൽ നിന്നും മാരകമായ എല്ലാ മഹാമാരിയിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന ദൈവം, തന്റെ തൂവല് കൊണ്ട് നമ്മെ പൊതിഞ്ഞ് കാത്തു സൂക്ഷിക്കുന്ന ദൈവം, നമുക്ക് കവചവും പരിചയവുമായി വരുന്ന ദൈവം, രാത്രിയിൽ നമുക്ക് കാവൽ നിൽക്കുവാനായി മാലാഖമാരെ അയക്കുന്ന ദൈവം, തന്റെ പാർശ്വത്തില് ആയിരങ്ങളും പാർശ്വങ്ങളിൽ ആയിരങ്ങളും മരിച്ചു വീണാലും നമ്മുടെ ഹൃദയത്തെ താങ്ങി നിർത്തുന്ന ദൈവം, അവിടുത്തെ കണ്ണുകളിൽ നമ്മളോടുള്ള സ്നേഹം നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ആരാധന വേളയിൽ അവിടുത്തോടുള്ള സ്നേഹം നമുക്ക് ഹൃദയം തുറന്ന് പ്രകടിപ്പിക്കാം. ഈശോയെ, നിന്റെ സ്നേഹം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. നിന്റെ അഗ്നി ഞങ്ങളുടെ ഹൃദയത്തിൽ കത്തിക്കണമേ. നിന്റെ വചനമാകുന്ന അഗ്നി, നിന്റെ സ്നേഹത്തിന് അഗ്നി പരിശുദ്ധ റൂഹായാൽ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിടുന്ന് സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കണമേ. പരിശുദ്ധനായ ദൈവത്തോട് എന്നെന്നും നന്ദിയുള്ളവരായിരിക്കാം. ആബാപിതാവിനോട് എന്നെന്നും കടപ്പാടും സ്നേഹമുള്ളവരായിരിക്കാം. കാരണം തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഒരു മനുഷ്യന് സഹിക്കാവുന്നതിലും ഏറ്റവും വേദനകളും പീഡകളും അവിടുന്ന് സഹിച്ചു. വേറെ ആരും നമുക്ക് വേണ്ടി ഇത്രയും സഹിക്കുകയോ ഇത്രയും വേദനകള് ഇരു കൈയും നീട്ടി താങ്ങിയെടുക്കുകയോ ചെയ്യുകയില്ല. മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി തന്റെ ജാതനെ നൽകിയ ദൈവം ഈ നിമിഷം ഒരു നിമിഷം നമുക്ക് മൗനമായി നിന്ന് പ്രാർത്ഥിക്കാം. നമുക്കായി സ്വർഗം ഉയർത്തി, നമുക്കായി സ്വർഗം ഒരുക്കി, ഒരു ശില്പി എന്ന പോലെ സ്വർഗത്തെ ഒരുക്കി നിൽക്കുന്ന ദൈവം അവസാന നാളുകളിൽ അവിടുന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവിടുത്തെ ഇരു കൈകളും നീട്ടി സ്വർഗത്തിലെ ശില്പി നമ്മളെ സ്വർഗത്തിലേക്ക് ആനയിക്കും. മലാഖമാരുടെ അകമ്പടിയോടെ കാഹളധ്വനിയോടെ സ്വർഗീയ ശില്പി സ്വർഗമുയർക്കും നമുക്കായി കാത്തിരിക്കുന്നു. പാടി പ്രാർത്ഥിക്കാം, ആരാധിക്കാം സ്വർഗത്തിലെ നമ്മുടെ സ്വന്തം അപ്പായെ. സ്വർഗീയ ശില്പി നേരിൽ കാണാൻ അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ, സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ, വിണ്മയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ.
ആവിൻ രൂപി നൽകുമ്പോൾ എന്നെല്ലാം മാറിയിടുവേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. കുരുടനു കാഴ്ച ചെകിടനു കേൾവിയും ഓമനം മൂടന്തനം കുതിച്ചുയരും. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഓമനം മൂടന്തനം കുതിച്ചുയരും. വിമയമാകും ശരീരം രൂപി നൽകുമ്പോൾ എന്നെല്ലാം മാറിയിടുവേ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നെല്ലാം മാറിയിടുവേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കണ്ടു. വിന്മയമാം ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നെല്ലാം മാറിയിടുമേ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. വിന്മയമാം ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നെല്ലാം മാറിയിടുവേ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നെല്ലാം മാറിയിടുവേ. യേശയ്യ 59:1. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിന്നെ കേൾക്കുന്ന, നിന്റെ വിഷമങ്ങൾ അറിയുന്ന, നിന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്ന, നിന്റെ വേദനകളിൽ നിന്നെ കൈപിടിച്ചുയർത്തുന്ന ദൈവം നിന്നോട് കൂടെ എപ്പോഴും
അവിടുന്ന് വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായി നിങ്ങളോട് കൂടെ ആയിരിക്കുകയാണ്. ഈ നിമിഷം പരിശുദ്ധനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹവലയത്തിൽ നമുക്കായിരിക്കാം. നീതിമാനെ കുറിച്ച് സങ്കീർത്തകൻ ഇങ്ങനെ പറയുന്നു: നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. ജീവിതത്തിൽ നമുക്ക് നീതിമാനാകാം. നീതിയിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നും സ്വർഗത്തിന്റെ ശില്പിയെ, സ്വർഗം നമുക്കായി ഒരുക്കുന്ന നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. ഈശോയെ, അവിടുത്തെ ആ സ്നേഹം ഞങ്ങളിൽ നിറഞ്ഞൊഴുകുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. നിന്റെ കൃപ ഞങ്ങളുടെ ശിരസിൽ മുദ്രയായി പതിപ്പിക്കണമേ. കാൽവരിയിൽ അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ച കുരിശിന്റെ ശക്തിയാലും തിരുരക്തത്തിന്റെ കൃപയാലും നാം എല്ലാവരും മുദ്രിതരാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ജീവനെക്കാളും ഞാൻ സ്നേഹിച്ച ദൈവം, നിന്റെ ജീവനെക്കാളും ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാം. ഈശോയെ, എന്റെ ജീവനെക്കാളും എത്ര വലുതാണ് നീ എനിക്ക്.
സ്വന്തമേ അങ്ങേ മാറി ചായുന്നു ഞാൻ. ആരാധന 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 പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു. സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാനും ചേർന്നിരുന്നു. ആരാധന 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 മഗീതമാ എന്നേശുനാഥനീ എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. ഈ തിരുമണിക്കൂറിൽ നമ്മുടെ ഒപ്പമായിരിക്കുന്ന ദൈവത്തിന് ഹൃദയം തുറന്ന് നന്ദി അർപ്പിക്കാം. അപ്പാ, നന്ദിയല്ലാതൊന്നുമില്ല. തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി, ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും നന്ദി. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തേക്ക് എന്നെന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടും
ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്ന്